ഇൻട്രോയിൽ കണ്ട പോലെ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് banggood.com ആണ്. banggood.comൽ നിന്നും നമുക്കിപ്പോൾ വീണ്ടും ഷിപ്പിംഗ് ആരംഭിച്ചിരിക്കുന്നതുകൊണ്ട് ധാരാളം സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള കൊച്ചു കൊച്ചു സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടാത്തതൊക്കെ തന്നെ ഓർഡർ ചെയ്യാം. 20 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു പ്രൊഡക്റ്റുകൾ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരുക. അതുമാത്രമല്ല, ബാങ്കൂദിൻ്റെ 15ാമത് ആനിവേഴ്സറി സെയിൽ ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വൻ ഡിസ്കൗണ്ടുകളോട് നിങ്ങൾക്ക് ആവശ്യമുള്ള ധാരാളം പ്രൊഡക്റ്റുകൾ ഇതുപോലെ banggood.comൽ നിന്നും ഓർഡർ ചെയ്യാം. അപ്പോൾ banggood.comൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരവധി പ്രൊഡക്റ്റുകൾ വാങ്ങാം. ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാനുള്ള ഡിവൈസിനെ കുറിച്ച് അറിഞ്ഞിരിക്കാം. നമ്മുടെ വീട് അല്ലെങ്കിൽ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഓഫീസ് ഇതൊക്കെ നമുക്ക് ഇന്നത്തെ പുതിയ രീതിയിലുള്ള LED സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിവൈസാണ് ഫ്ലോർ കോർണർ ലാമ്പ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഡിവൈസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഡിവൈസ് ഉള്ളൂ ഇത്. എങ്കിലും അത്തരത്തിൽ നമുക്ക് banggood.comൽ ലഭ്യമായ ഒരു പ്രൊഡക്റ്റ് അവർ റിവ്യൂവിന് അയച്ചു തന്നിട്ടുണ്ട്. ജസ്റ്റ് അതാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത്. ഇത്തരമൊരു നീളത്തിലുള്ള പാക്കേജിലാണ് LED ഫ്ലോർ ലൈറ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 5724 രൂപ വില വരുന്നതാണ് ഈ ഒരു ലൈറ്റ്. LED ഫ്ലോർ ലൈറ്റ് എന്നും DIY അല്ലാതെ മറ്റൊരു പേരും ഇതിന്മേൽ എഴുതിയിട്ടില്ല. ഒരു ബ്രാൻഡിൻ്റെയും പേരൊന്നുമില്ല. നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ഇതുപോലെ കുറേയധികം പാക്കറ്റുകളായിട്ട് പാർട്സുകൾ നമുക്ക് ഇതിൽ കാണാം. കവറിലുള്ളത് LED സ്ട്രിപ്പ് ലൈറ്റുകളാണ്. 1.5 മീറ്റർ ലെങ്ത് ഉണ്ട് ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റിന്. ARGB ടൈപ്പാണ് സ്ട്രിപ്പ് ലൈറ്റ്. ഇതൊരു USB കേബിളാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ USB-Aയും മറു സൈഡിൽ DC പിൻ മെയിൽ ടൈപ്പുമാണ്. ഈ ഒരു കവറിലുള്ളത് ഒരു റിമോട്ടും RGB LED കൺട്രോളറുമാണ്. LED കൺട്രോളറിൽ DC മെയിൽ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ടും ഒരു ഇൻഫ്രാറെഡ് സെൻസറും LED സ്ട്രിപ്പിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് നമുക്ക് കാണാം. കൺട്രോളറിന്മേൽ ലൈറ്റിനെ നിയന്ത്രിക്കാനുള്ള 3 സ്വിച്ചുകളുണ്ട്. ഈ കൺട്രോളർ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനുമായിട്ട് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്തും നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റിനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കാം. ഇതാണ് ഇതിനോടൊപ്പമുള്ള ലൈറ്റ് നിയന്ത്രിക്കാനുള്ള റിമോട്ട്. കുറേയധികം ലൈറ്റ് എഫക്ട്സ് നമുക്കിതിലൂടെ തിരഞ്ഞെടുക്കാം. ടൈമറൊക്കെ ഉണ്ട്. ഒരു ബട്ടൺ ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നല്ല വെയിറ്റ് ഉള്ളൊരു ബേസ് കാണാം. ഇതിന്മേലാണ് ഈ ഒരു ഫ്ലോർ ലാമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങേണ്ടത്. ലാമ്പിൻ്റെ മുകളിൽ വയ്ക്കാനുള്ളൊരു ക്യാപ്പും പിന്നെ ഒരു അലങ്കിയും അതിൻ്റെ 6-7 ബോൾട്ടുകളും ഇതിനോടൊപ്പം ഉണ്ട്. പിന്നെ ഒരു യൂസർ മാനുവൽ ഇതിലുണ്ട് കേട്ടോ. അതുകൂടാതെ അലുമിനിയം അലോയ് കൊണ്ടുള്ള ഇത്തരത്തിലുള്ള 3 ഭാഗങ്ങൾ കാണാം. പൈപ്പ് രൂപത്തിലുള്ളതിൻ്റെ നേർപകുതി ഷേപ്പിലുള്ളവയാണ് ഇവ. ഇതിൻ്റെ അഗ്രങ്ങളിലായിട്ട് ഇവ പരസ്പരം ജോയിൻ ചെയ്യാനുള്ള ഭാഗങ്ങൾ കാണാം. ഇവ പൗഡർ കോട്ടിംഗ് ചെയ്തവയാണ്. ഇനി 2 മെറ്റൽ ഭാഗങ്ങൾ കൂടിയുണ്ട്. അത് സ്ക്വയർ രൂപത്തിലുള്ളതാണ്. ഇതുകൂടാതെ സിലിക്ക ജെല്ലിൻ്റെ ലാമ്പ് ഷെയ്ഡ് അത് 3 വൈറ്റ് നിറത്തിലുള്ളത് നമുക്ക് ഇതുപോലെ ഈ ഒരു പാക്കേജിലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കൂടി കൂട്ടിച്ചേർത്താ ഇത്തരത്തിലുള്ളതൊന്നും ആക്കിയിട്ടുണ്ട്. എന്നിട്ടിത് റൂമുകളിൽ കോർണറിലാണ് ശരിക്കും വയ്ക്കേണ്ടത്. എന്നാലാണ് അതൊരു ഭംഗിയാവുക. ഇതിലേക്ക് സാധാരണ USB ചാർജർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു പവർ ബാങ്ക് ഉപയോഗിച്ച് പവർ നൽകിയാൽ നമുക്കിത് പ്രവർത്തിപ്പിക്കാം. ഇനി ഇതിൻ്റെ പ്രവർത്തനം കണ്ടോളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളത് 5 വോൾട്ട് മാത്രമേ ഇതിന് നൽകാവൂ. 24 വോൾട്ട് എന്നൊക്കെ ഇതിൻ്റെ പുറയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അത് കൊടുക്കരുത്. നമുക്ക് മ്യൂസിക് അല്ലെങ്കിൽ പുറത്തു നിന്നുമുള്ള ശബ്ദം അനുസരിച്ചും ഇതിലെ ലൈറ്റുകൾ തെളിയിക്കാൻ മ്യൂസിക് സിങ്ക് സൗകര്യം ഇതിലുണ്ട്. അതുപോലെ ധാരാളം ലൈറ്റ് എഫക്ട്സ് നമുക്ക് ഇതുപോലെ കാണാം. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പോൾ നിങ്ങളിൽ പലർക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടാകും. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനെടുത്തിരിക്കുന്ന ഈ ഒരു വിഷ്വലുകൾ എന്ന് പറയുന്നത് എൻ്റെ ക്യാമറയുടെ ISO ഞാൻ പരമാവധി കുറച്ച് വെച്ചുകൊണ്ട് ആ ഒരു വിഷ്വൽ ഭംഗി മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ട് എടുത്തതാണ്. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഭയങ്കര ലൈറ്റുള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഡേ ലൈറ്റ് കൊണ്ടുവച്ചിട്ട് ഈ ഒരു കോർണർ ലാമ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ബ്രൈറ്റ്നസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ആ ഒരു കളറും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അതേസമയം നിങ്ങളുടെ റൂമിൽ മറ്റു വെളിച്ചങ്ങളൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് അതിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് പോയി വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അയ്യോ ബ്രൈറ്റ്നസ് ഇല്ല ചേട്ടൻ പറ്റിച്ചെന്നൊന്നും പറയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത്തരത്തിൽ ഒരു വിഷ്വൽ കളറിൻ്റെ ഒരു വിഷ്വലൊക്കെ കാണിക്കുമ്പോൾ ISO ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് കാണിക്കുക. അത് പ്രത്യേകം നിങ്ങൾ അറിഞ്ഞിരിക്കുക.
പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ശരിക്കും ഇപ്പോൾ ഞാനിവിടെ പാർട്സുകൾ ഓരോന്ന് കാണിച്ചു തന്നു. ഈ ഒരു പാർട്സുകളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കി ഇത്തരത്തിലുള്ള ഡിവൈസുകൾ ചെയ്യാവുന്നുള്ളൂ. ഡു ഇറ്റ് യുവർ സെൽഫ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്ന്. പിന്നെ അതിനൊന്നും സമയമില്ലാത്തവർക്ക് banggood.com പോയിട്ട് ഈ ഒരു സാധനം ഓർഡർ ചെയ്യാം. അത് മാത്രമല്ല banggood.com ഞാൻ പറഞ്ഞ പോലെ നിരവധി പ്രൊഡക്റ്റുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധാരാളം പ്രൊഡക്റ്റ്, നമ്മുടെ ഇന്ത്യയിൽ കിട്ടാത്ത ധാരാളം പ്രൊഡക്റ്റുകളുണ്ട്. ഒന്ന് വെറുതെ സന്ദർശിച്ച് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ വാങ്ങുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.